ഇന്ന് ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള മീനാണിത്. ഞങ്ങളിപ്പോൾ ഉത്തർപ്രദേശിലാണ് ഉള്ളത്. ഈ മീനിൻ്റെ പേരാണ് ബാറ്റ. ഇത് ഈ കായലിലും പുഴയിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു മീനാണ്. കാണാൻ ഏകദേശം നമ്മൾ മത്തിയോ കോരയോ എന്തോ പോലത്തെ ഒരു മീനാണ്. ഇത് നന്നാക്കാനും ഇതുപോലെ തന്നെയാണ്, നല്ല ബുദ്ധിമുട്ടാണ്. മത്തിയെ പോലെ ഒന്നുമല്ല. നന്നായിട്ട് കത്രികയും കത്തിയും വെച്ച് പിന്നെ ഒരു വലിയ യുദ്ധം തന്നെയായിരുന്നു അവിടെ. പിന്നെ അതിന് ശേഷം ഇതാ മുറിച്ചതിന് ശേഷം ഞാൻ നല്ല ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കാരണം നല്ല വഴുവഴുപ്പുണ്ടായിരുന്നു. പിന്നെ ഇതാ വറുക്കാനും കറി വെക്കാനുമായിട്ട് 2 പോർഷനാക്കി മാറ്റി വെക്കുകയാണ്. ചെറുത് നോക്കി കറി വെക്കാനും വലുത് നോക്കി വറുക്കാനും വേണ്ടിയിട്ട് മാറ്റി വെച്ച്. പിന്നെ ഇതാണ് കണ്ടില്ലേ, 2 പോർഷനാണ്. പിന്നെ കറി വെക്കാനായിട്ട് ഞാൻ അതാ മസാലയും ഒക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല വേവിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ മീൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. കാരണം വേവ് വളരെ കുറവാണ്, പെട്ടെന്ന് വേവും. അപ്പോൾ അതിലേക്ക് പിന്നെ ഇതാ വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് മാറ്റി മസാല തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച് വെച്ച്. ഇതാ നമ്മുടെ കറി നല്ല സെറ്റായിട്ടുണ്ട്. ഇതാ എണ്ണയൊക്കെ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ, അപ്പോൾ അതിൻ്റെ ഒരു പച്ച വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല സൂപ്പറാണ്. ഇത് എൻ്റെ മോന് വേണ്ടിയിട്ട് എരിവ് കുറച്ച് വറുക്കണതാണ്. ഇതാ നമ്മളെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. കറിവേപ്പ് കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് മീൻ മതിയല്ലോ. ഇതാ കുറച്ച് വറുത്തും വെച്ചു. ഇനി നമുക്ക് ചോറ് കഴിച്ചാലോ. ഇതാണ് ചോറിൻ്റെ കൂടെ ഇതാ പൊരിച്ച മീനും കുറച്ച് മീനും കറിയും കൂടിയാണ്. നല്ല ചുവന്ന നിറത്തിൽ. എന്താ ടേസ്റ്റ് എന്നറിയോ? നോക്ക്, ഒരു കഷ്ണം മീനെടുക്കുക, പൊരിച്ചതെന്നും ഒരു കഷ്ണം കറിയത്തൊക്കെ എടുത്താണ്ടല്ലോ എമ്മാതിരി ടേസ്റ്റാ അറിയോ.